മകന് യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ വലത്തെ കൈ നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ സിയാറത്തോട്ടോ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 8 മണിയായിട്ടുണ്ട്. പക്ഷേ രാവിലെ നാസ്തയൊക്കെ അയച്ചു, പൂരി ചായ കുടിച്ച് ഞങ്ങൾ അജ്മീർ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 8 മണിയാകുമ്പോൾ ബസ്സൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബസ്സിൻ്റെ അടുത്തേക്ക് എല്ലാവരും ഷാർപ്പ് ടൈമിലാണ് നമ്മൾ പോകുന്നത്. ഇനിയും ദർഗിലെ വിശേഷങ്ങളൊക്കെ വരാം. അപ്പോൾ ഞങ്ങൾ വന്ന വഴി കേട്ടത് വന്ന വഴിയാടാ. ഈ എന്താണ് ഒരു അടിപൊളി വണ്ടി അപ്പോൾ പാലിനെന്താ വില കയറും? അത് ഭയങ്കര വിലയാവും. 4000. ഇതൊക്കെ നമ്മക്ക് ഭയങ്കര അത്ഭുതം അല്ലേ? ഇത്ര ജന്തുക്കളൊക്കെ ഇതാക്കണല്ലേ. ഇങ്ങോട്ട് വാഹനാണത്. ഇതാണ് മറ്റേ ഇയാള് പോയിട്ടില്ല. ഇതാണ് എത്ര ദൂരം? 80 കിലോമീറ്റർ ടൂറിസ്റ്റ് ബസ്സിൽ പോവാം. 80 കിലോമീറ്റർ പോകണം നമുക്ക് ഇവിടുന്ന്. അവിടുന്ന് നമ്മള് കോൺഗ്രസിന് ഇന്ദിരാഗാന്ധിക്ക് ചിഹ്നം കൈപ്പത്തി ചിഹ്നം കൊടുത്തത് അവിടെ വെച്ചിട്ടാ. പിന്നെ വേറെ എന്തൊക്കെയാ പ്രത്യേകത അവിടെ ഉള്ളത്? അങ്ങനത്തെ കിട്ടും. അവിടെ എന്തൊക്കെ കാഴ്ച കാണാൻ? അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഒരു മകൻ യുദ്ധം ചെയ്ത സ്ഥലമാണ്. ആ യുദ്ധത്തിന് പിന്നെ മകന്റെ കൈ നഷ്ടപ്പെട്ടു. ആ കൈ നഷ്ടപ്പെട്ട ആ കൈ കൊണ്ടാണ് മൂപ്പര് യുദ്ധം ചെയ്തത്. അത് മറമാടിയ സ്ഥലമാണ്. അവിടേക്ക് സിയാറത്ത് ചെയ്യാനാണ് പോണത്. അപ്പോൾ അവിടെ നിന്നൊക്കെ കറങ്ങി നമ്മൾ 5 മണിക്ക് തിരിച്ചെത്തുള്ളൂ. അത് തിരിച്ചെത്തും. ഇവിടെ നിന്ന് 80 കിലോമീറ്റർ ഉണ്ട്. 80 ടൂറിസ്റ്റ് ബസ്സിനാണ് പോവുക. അതൊക്കെ ശരിമാജി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കാം. 40 പേരുണ്ട്. 40 ആളുണ്ട്. നമ്മളില്ലേ നാള് കൂടിയോ? ഇങ്ങനെ ബേക്കിലുണ്ടല്ലോ. ഞാൻ പെട്ടിട്ടില്ലെന്ന് ഇനി പറയരുത്. നമ്മളാ പറഞ്ഞ ടൈം വരെ എല്ലാവരും പിന്നെ നേരം ഞങ്ങൾ 40 പേരുണ്ട് കേട്ടോ. അതാണ് ഈ പറഞ്ഞ ഓരോ ജീപ്പുകളിലാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ടൂറിസ്റ്റ് ബസ് മാറി ജീപ്പിലോട്ട് പോകണം. ഓരോരുത്തരും ജീപ്പിൽ കയറി ജീപ്പ് അറേഞ്ച് ചെയ്ത് എടുക്കുന്നത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം വണ്ടി ഉണ്ടോ? അപ്പുറത്തെ വണ്ടി സ്ഥലത്തുണ്ടോ? ആവില്ല ഒരു വണ്ടി വരാണ്ട് പോകും. അപ്പൊ നാണയാക്കി ആളേക്ക് കേറി കേട്ടോ. ടൂറിസ്റ്റ് ബസ്സിലാ? അപ്പൊ ടൂറിസ്റ്റ് ബസ്സിലേ കാരമണി പോവാണ്. ടൂറിസ്റ്റ് ജീപ്പിലാണ്. ടൂറിസ്റ്റ് ജീപ്പില് 10 ആളെ പോവുള്ളൂ ഈ വണ്ടിയിൽ. 10 ആളെ വേറെ സ്ഥലത്തേക്ക് പോവാണ്.
വേറെ സ്ഥലത്തേക്കാണ് പോണത്. ബസ് കയറാൻ അതും പോയി നമുക്ക് പോയി എന്ത് കാണഞ്ഞേ. गरीब को सरवार का जा रहे हैं। കേടുന്നു. ശരിയായോ? കടുകാണേ ഇന്ന് ആൾക്കാർ കയറണീനാണ് ഇതൊക്കെ വിട്ടക്കണത് പറിച്ചുകൊണ്ട് പോണീനെ. അപ്പോൾ ഞങ്ങളെപ്പെട്ട ഒരു വണ്ടി റേഡിയേറ്റർ കംപ്ലൈൻ്റ് ആയി. അങ്ങനെ വഴിയായിരിക്കും നിർത്തി. ഇപ്പോൾ റേഡിയേറ്ററൊക്കെ ശരിയാക്കി ഇപ്പോൾ ഞങ്ങൾ പോവാട്ടോ. അപ്പം അങ്ങനെ ഈ കടുകുപാടൊക്കെ ഒന്ന് കണ്ട് കടുകുപാടൊക്കെ കണ്ട് ഞങ്ങൾ പോവാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ശരി. നോക്കുള്ളൂലെത്തിട്ടില്ലേ? അതിന്റെ പേരൊന്നുമില്ലേ? ഇതിന്റെ പേരെന്താ? അനാസാഗർ. ഒരു കാലത്ത് ഞങ്ങൾ വന്നപ്പോൾ മൊത്തം ഇതിലെല്ലാരും ചാക്കിൽ ചെരുപ്പ് കേട്ടോ. ചെരുപ്പാരും കീസിൽ കെട്ടി കൊണ്ടുപോകണം കേട്ടോ.
ഈ പാട്ട് ഇവിടെ ലോകത്ത് കേക്കലേ. അതായത് അജ്മീർ ഖാജന്റെ മകനെ മറവാ ഇത് സ്ഥലമാണ് അവിടെ. അജ്മീർ ഖാജന്റെ മകന് യുദ്ധം ചെയ്ത് യുദ്ധത്തില് വലത്തെ കൈ നഷ്ടപ്പെട്ടു, ആളുകൊണ്ട് ശത്രുക്കൾ വെട്ടി, ആ കൈ സ്വന്തം പാറി യുദ്ധം ചെയ്ത സ്ഥലമാണ് ഇവിടെ. അവിടെ കബറടക്കിയ സ്ഥലമാണ് ഇവിടെ ഉള്ളത്. അതാണ് നമ്മൾ കാണാൻ പോകണം. അതാണ് കാണാൻ പോകുന്നത്. അതാണ് സെൽവാർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ. സൽവാർ തൽവാർ തൽവാർ ഇവിടെ അന്ത്യവിഷമം കൊള്ളുന്ന മഹാന്റെ പേര് സയ്യിദ് ഫഖറുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു. ഫഖറുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിഷമം കൊള്ളുന്നത്. കഴിഞ്ഞ ആഴ്ച ഷാബാൻ മാസം 6-ന്റെ അന്നാണ് ബഹുമാനപ്പെട്ടവരെ ഉറൂസ്. ഈ ഷാബാൻ 6-ന്റെ അന്നാണ് ഇവിടുത്തെ ഉറൂസ്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഉറൂസാണ് കഴിഞ്ഞത്. അതാണ് കൊന്നത്. ആൾ വളരെ കുറവാണ്. എങ്കിലും ആളിവിടെ അത്ര തിരക്കുള്ള സ്ഥലമല്ല. കാരണം അജ്മീറിൽ ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ അതിൻ്റെ ഒരു 10% അല്ല 5% പോലും ആളുകൾ ഇങ്ങോട്ട് വരാൻ മടിക്കും. അജ്മീറിൽ പല വിവിധ ഉദ്ദേശങ്ങളുമായാണ് ആളുകൾ വരുന്നത്. ഓരോരുത്തർക്ക് ഓരോ ഉദ്ദേശങ്ങളുണ്ട് അജ്മീറിൽ വരുന്നത്. അത് അവിടെ കൊണ്ട് തന്നെ ഏകദേശമൊക്കെ പൂർത്തിയായി പോകും. ഇങ്ങോട്ട് വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഈമാനികമായ കരുത്തുള്ള ആളുകളാണ് ഇവിടെ വരിക. കൂടുതലും ഈ ഗ്രൂപ്പുകൾ വരുമ്പോൾ അല്ലല്ലോ, ഗ്രൂപ്പിൽ എന്തുണ്ടാവും, താല്പര്യമുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അല്ല ഗ്രൂപ്പ് പോകുമ്പോൾ ആ കൂടുതൽ എങ്ങനെ പോകാന്നാണ്. പക്ഷെ അത് ഇവിടെ ഒറ്റയ്ക്ക് വരുന്ന ആളുകൾ ഞാൻ ഉദ്ദേശിക്കുന്നതാണ്. അജ്മീറിലേക്ക് ലക്ഷക്കണക്കിനായി എല്ലാ ജാതി ആളുകളും വരുമ്പോൾ അതിലെല്ലാ ആളുകളും ഇവിടെ വരില്ല, മകനെ കാണാൻ വരില്ല. മകനെ കാണാൻ വരുന്ന ആള് കുറച്ചൊരു ഖിലാസും കുറച്ചൊരു തക്കവൊക്കെയുള്ള ആളുകൾ ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ. കാരണം അങ്ങനത്തെ ഒരാളാണ് ഇവിടെ കിടക്കുന്നത്. ഇൻഷാല്ലാഹ് മുപ്പരെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ അജ്മീർ ഹാജ തങ്ങളെ കുറിച്ച് പഠിക്കണം. സാധാരണ ഒന്നിറങ്ങി കഴിഞ്ഞാൽ നാണിയാക്കാരന്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം 35ഓളം ആളുകളുണ്ടെങ്കിൽ അതിന്റെ മുന്നത്തെ പ്രാവശ്യം ഉണ്ടെങ്കിൽ ആളുകൾ ഇപ്രാവശ്യം ആളുകൾ കുറവാണ്. സാധാരണ ഞങ്ങൾ ഗ്രൂപ്പ് വരുമ്പോൾ എന്തായാലും കുറഞ്ഞാൽ 50 ആളുകൾ ബസ്സിലുള്ള ആളുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം വളരെ ആൾ കുറവാണ്. സാമ്പത്തിക നാട്ടിൽ വളരെ മോശമാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ തുടങ്ങിയ സിയാറത്ത് ഇവിടുന്ന് ഇറങ്ങിയാൽ ആദ്യം ഞങ്ങൾ പോകുന്ന സ്ഥലം ഇവിടെ അനാസാഗരം തടാകമുണ്ട്. വലിയ അത്ഭുതകമായ തടാകമുണ്ട്. ആ തടാകത്തിന്റെ തീരത്തേക്കാണ് പോവുക. അവിടുന്ന് ഞങ്ങളൊരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് പരിപാടിയൊക്കെ തുടങ്ങുക. ഇപ്രാവശ്യം നമ്മൾ നേരെ ഇങ്ങോട്ട് വന്ന് നാളെ വെള്ളിയാഴ്ച എത്തും. നാളെ വെള്ളിയാഴ്ച നമുക്ക് നാളെ ഒരു യാത്ര വരുന്ന തിരിച്ചുമ്പോൾ രൂപയൊക്കെ നഷ്ടപ്പെടും.
അല്ലെങ്കിൽ ആകെ ഒരു അസ്വസ്ഥത വരും. അപ്പൊ അതുകൊണ്ട് ആ അസ്വസ്ഥത ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ബഹുമാനപ്പെട്ട ഒരു സിയാറത്ത് ചെയ്ത് നാളെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും, നാളെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അജ്മീർ ഖാജാനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. ഖാജാനെ കുറിച്ച് പഠിക്കേണ്ട വിഷയം തന്നെയാണ്. അത്രയും ചരിത്രം ഉള്ള ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ സുൽത്താനായ ബഹുമാനപ്പെട്ട സുൽത്താൻ ഹിന്ദ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഖാജ ഗരീബ് നവാസ് മൊഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു. ഒരുപാട് പേരുണ്ട് ബഹുമാനപ്പെട്ടവർ. യഥാർത്ഥമായ പേര് സയ്യിദ് ഹസൻ എന്നാണ്. എന്നാൽ ഒരുപാട് പേരിൽ ബഹുമാനപ്പെട്ടവർ അറിയുന്നുണ്ട്. ഞാൻ ആ വിഷയത്തേക്കൊന്നും ഇപ്പം വരുന്നില്ല. ഞാനിപ്പം വളരെ പറഞ്ഞു വരുന്ന വിഷയം, ഖാജ റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുന്നത് 50 വയസ്സ് കഴിഞ്ഞ ശേഷം, വിവാഹം കഴിക്കുന്നത് 50 വയസ്സ് കഴിഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട വിവാഹം കഴിക്കുന്നത്, അതും ഇന്ത്യയിൽ വന്നതിന് ശേഷം, അജ്മീറിൽ വന്നതിന് ശേഷം. അതുവരെ ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് ഉണ്ടായിരുന്നു. കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കാത്തൊരു കാലഘട്ടം അല്ലെ. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ആ കല്യാണത്തിനോട് താല്പര്യമില്ല. ബഹുമാനപ്പെട്ടവർ അത് മറന്നു, ആ വിഷയം തന്നെ മറന്നിട്ടുണ്ട്. ആ സമയത്താണ് ബഹുമാനപ്പെട്ടവർ അജ്മീറിൽ വരികയും ഒരുപാട് സൗഭാഗ്യങ്ങൾ അദ്ദേഹത്തിന് വന്ന് ചേരുകയും ചെയ്തപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കൽ, എന്റെ എല്ലാ സുന്നത്തുകളും പിൻപറ്റാൻ ഞങ്ങൾ ശ്രമിച്ചു, എന്റെ സുന്നത്തുകൾ മാത്രം പിൻപറ്റി ജീവിക്കുന്ന നിങ്ങളെ, എന്റെ വലിയ സുന്നത്താണ് എന്ത്, നിക്കാഹ് കഴിക്കുക. അത് നിങ്ങൾ ചെയ്തില്ല, അതുകൊണ്ട് നിങ്ങൾ എവിടെ എത്തൂല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിക്കാഹ് കഴിക്കണം. ആ താല്പര്യമില്ലാതെ ആ നിൽക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ നിർദ്ദേശം വരികയും, റസൂലുള്ളാഹിയുടെ നിർദ്ദേശമല്ലേ, റസൂലുള്ളാഹിയുടെ നിർദ്ദേശം എന്നല്ല, റസൂലുള്ളാഹി എന്ത് ചെയ്തോ അത് ജീവിതത്തിൽ പകർത്തുന്ന ബഹുമാനപ്പെട്ടവർക്ക് റസൂൽ നേരിട്ടൊന്ന് ചോദിക്കുക, എന്താ കല്യാണം കഴിക്കാത്ത ചോദിച്ചാൽ പിന്നെ അവിടെ എന്തില്ല, അപ്പീലില്ല. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അപ്പൊ തീരുമാനിക്കാണ് കല്യാണം കഴിക്കാൻ. അങ്ങനെ ബഹുമാനപ്പെട്ട ബീവി അസ്മത്ത് ബീവി എന്ന മഹദിയെ വിവാഹം കഴിക്കണം. സയ്യിദ് കുടുംബത്തിൽപ്പെട്ട സയ്യിദ് വജൂഹുദ്ദീൻ ചിസ്തി എന്ന മഹാന്റെ മകൾ ബഹുമാനപ്പെട്ട ബീവി അസ്മത്ത് ബീവി എന്ന മഹദിയെ വിവാഹം കഴിച്ചു. അത് അദ്ദേഹത്തിന് 3 മക്കളുണ്ടായി. മൂത്ത മകൻ ഖാജ ഫഖറുദ്ദീൻ റളിയല്ലാഹു അൻഹു, പിന്നെ ഖാജ അസാമുദ്ദീൻ, പിന്നെ ഖാജ ഉസാമുദ്ദീൻ. അങ്ങനെ 3 ആൺമക്കളുണ്ടായി. ഒരാള് ബഹുമാനപ്പെട്ടവർ അടുത്ത വഫാത്തായി കിടക്കുന്നുണ്ട്, ഒരു മകൻ. മൂന്നാമത്തെ ഒരു മകൻ, ചെറിയ മകൻ, അദ്ദേഹം കലന്തറാണ്. നാട് നീങ്ങിപ്പോയി, എവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. നാട് എവിടേക്ക് പോയിട്ടുണ്ട്, എവിടെ ഉണ്ട്, എന്താ ഒരു ഹാലും ആരെ കുറിച്ചല്ല. ബഹുമാനപ്പെട്ട നമ്മൾ ഷാഹുൽ ഹമീദ് അബ്ദുൽ ഖാദിർ നാഗൂരി റളിയല്ലാഹു അൻഹു കലന്തറാണ്. അദ്ദേഹം പല ഹാലുള്ള ആളാണ്, പല അവസ്ഥയിലുള്ള വ്യക്തിത്വമാണ്. ആര് ബഹുമാനോട് കല്യാണം കഴിച്ചിട്ടില്ല. നാഗൂർ ഷാഹുൽ എന്തായാലും കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിന് മകനുണ്ട് അല്ലേ. നാഗൂർ പോകുമ്പോൾ കാണില്ലേ, സയ്യിദ് യൂസുഫ് അലിയുള്ള മകനാണ്. അതൊക്കെ അവിടുത്തെ ഇവരെ അവലിയാക്കന്മാരതൊക്കെ ഒരുപാട് ഹാലുകളൊക്കെ ഉണ്ടാവും. അതൊന്നും ഇപ്പൊ നമ്മള് പെട്ടെന്ന് ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വിഷയമല്ല. ഏതായാലും ബഹുമാനപ്പെട്ട ഖാജ ഫഖറുദ്ദീൻ തങ്ങൾ, ഖാജ തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹിന്റെ ദീനിന് വേണ്ടി ഷഹീദായി കിടക്കുന്ന മഹാനാണ്. ബാപ്പ ജീവിച്ചിരിക്കുമ്പോൾ മകൻ ഷഹീദ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ മകൻ മരിക്കും എന്ന് അറിഞ്ഞിട്ട് പോലും മകനെ മരണത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് ബഹുമാനപ്പെട്ടവർ. കാരണം ഇവിടെ ഘോരമായ യുദ്ധം നടക്കുക. ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആ യുദ്ധം തീരുമാനിച്ചാൽ യുദ്ധമല്ല, പക്ഷെ അള്ളാഹ് തീരുമാനിച്ച യുദ്ധമാണ്. ആ യുദ്ധത്തിലേക്ക് ബഹുമാനപ്പെട്ട കടന്നു വരികയാണ്. വന്ന സമയത്ത് ആ യുദ്ധം ചെയ്യേണ്ട ഒരു അനിവാര്യമായ സാഹചര്യം വന്ന സമയത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്തു. ആര്, ഒരു യോദ്ധാവായിരുന്നു ബഹുമാനപ്പെട്ടവർ. എല്ലാവിധ ആയോധന കലകളും പഠിച്ചു, എല്ലാവിധ അഭ്യാസങ്ങളും പഠിച്ചു, ഖുർആനൊക്കെ വല്ലം പഠിച്ചിട്ട് ബഹുമാനപ്പെട്ടവര് നിർബന്ധിതനായ യുദ്ധത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും നിർബന്ധിതമായി യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ടവരെ വലത് കൈയാണ് ആദ്യമായി ഷഹീദാകുന്നത്. മേക്ക് വിട്ടുകൊടുക്കുക, ആ കൈ പോയി യുദ്ധം ചെയ്തു എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ പഴയ പേര് തൽവാർ എന്നാണ്. ഈ നാടിന്റെ പേര് തൽവാർ എന്നതാ, വാളിനാ തൽവാർ എന്നറിയാം. ആദ്യം ഈ സ്ഥലത്തിന്റെ പേര് തൽവാറാണ്. അതായത് വാള് പോയി കൈ പോയി യുദ്ധം ചെയ്തു. ആ കൈ പോയി യുദ്ധം ചെയ്ത കാരണത്താൽ ഈ നാടിന്റെ പേര് തൽവാർ ആകുകയും പിന്നീട് അത് സൽവാർ ആവുകയും ഇപ്പൊ സെർവാർഡായി മാറുകയും ചെയ്തു. ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് അശാന്തിയുള്ള ഒരു പ്രദേശമാണ് ഇറാഖ് അല്ലെ. ഏത് സമയത്തും കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ സയ്യിദ് ഹസൻ തങ്ങള്, ഹുസൈൻ തങ്ങള് ഷഹീദായത് കർബലയിലാണ്. ഈ കർബല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇറാഖിലാണ് അല്ലെ. അവിടുത്തെ പ്രത്യേകത ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയെ യുദ്ധത്തിൽ ചതിച്ചു കൊല്ലുകയാണ് ഇവർ ചെയ്ത്, യസീദും കൂട്ടർ ചെയ്ത്. അത് വളരെ വ്യക്തമായി നമുക്ക് അറിയാവുന്ന ചരിത്രമാണ്. ഞാൻ ആ ചരിത്രത്തിൽ വരുന്നില്ല. അതുപോലെ തന്നെ അള്ളാഹുന്റെ റസൂലിന്റെ പേരക്കുട്ടിയായ ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ മകൻ സയ്യിദ് ഖാജ ഫഖറുദ്ദീൻ തങ്ങളെ യുദ്ധത്തെ ഷഹീദായി രക്തം ചിന്തിയ നാടാണ്. ഇവിടെ ഇന്നും അശാന്തിയാണ്. ഏത് സമയത്തും വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ സൽവാർ എന്ന സ്ഥലം. ഹിന്ദുക്കൾക്ക് വളരെ ഭൂരിപക്ഷമുള്ള പ്രദേശം കൂടിയാണ്.
പക്ഷെ ഇവിടെ ഏറ്റവും വലിയൊരു ദർഗ സ്ഥാപിച്ച് ഇത്രയും വലിയ ജനങ്ങൾ വരുന്ന ഇത് അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ എന്നാലും എന്ത് ചെയ്യാം, അവർ നിവൃത്തിയില്ലാതെ അംഗീകരിക്കുക. അപ്പൊ ഒരുപാട് ജനങ്ങൾ വരുന്ന സ്ഥലമാണ് ഈ സൽവാർ ഷരീഫ്. ഇവിടെ കിടക്കുന്നത് ആണ് ഇവിടെ മറമാറിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഖാജ ഫഖ്റുദ്ദീൻ തങ്ങളെ ആദ്യമ യുദ്ധത്തിൽ കൈ വെട്ടേറ്റം മറിഞ്ഞ് ഷഹീദായ ആ കൈയാണ് ഇവിടെ മറമാട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജസദ് ശരീരം കിടക്കുന്നത് ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളിലാണ്. 8 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. കാട്ടിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അവിടെ ആരും വരാതെ പോകാറില്ല. എല്ലാവരും ഇവിടെ ഒന്ന് സിയാറത്ത് ചെയ്യും, ഇവിടെ ഒന്ന് സിയാറത്ത് ചെയ്ത് പോകാറുണ്ട്. അപ്പൊ അത്രയും വലിയൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇവിടെ വല്ല ജലാലയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടെയാണ്. ഞാൻ ചരിത്രം ഇപ്പോ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ സമയം കിട്ടുകയാണ് സമയത്താണെങ്കിൽ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് അജ്മീർ ഖാജ തങ്ങൾ ഇന്ത്യയുടെ സുൽത്താനാണെങ്കിൽ സുൽത്താൻ അല്ലെ, നമ്മളതിനാണ് എല്ലാ ഔലിയാക്കന്മാരും എല്ലാ പണ്ഡിതന്മാരും നമ്മുടെ ഒരു വയറ് പറഞ്ഞ സമയത്ത് ഏതൊരു പണ്ഡിതൻ സ്റ്റേജിൽ കയറിയാലും സുൽത്താൻ അൽ ഹിന്ദ് എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയുടെ സുൽത്താൻ എന്നാണ് അറിയുന്നത്. അപ്പൊ ഇന്ത്യയുടെ സുൽത്താൻ ഇന്ത്യയിലെ ഇന്നത്തെ ഇന്ത്യയല്ല, ബഹുമാനപ്പെട്ട ഒരു വഫാത്തായിട്ട് 813-14 വർഷമായി. അന്നത്തെ ഇന്ത്യ ഏതാ? ലോകത്തെ ഏറ്റവും വലിയ രാജ്യമേതായിരുന്നു? ലോകത്തെ ഏറ്റവും വലിയ രാജ്യമേതായിരുന്നു? ഇന്ത്യയായിരുന്നു. കാരണം എന്താ? ഇന്ത്യ ഇപ്പൊ എത്ര മുറി മുറിച്ചു? 940 ശേഷം എത്ര മുറി മുറിച്ചു അല്ലെ? ഇന്ത്യ പാകിസ്ഥാൻ മുറിച്ചു, അതിന് ബംഗ്ലാദേശ് വേറെ മുറിച്ചു, ബർമ്മ പോയി, ഭൂട്ടാൻ പോയി, ശ്രീലങ്ക പോയി. ഇതൊക്കെ ഉൾപ്പെടുന്ന ആ വലിയ ഇന്ത്യയുടെ ചക്രവർത്തിയായിരുന്നു ആര്? സുൽത്താനാണ് ആര്? ഇന്നും അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ഭരണം ഇതായി ചെറിയ ഇന്ത്യക്ക് ഭരണം. എന്നാൽ ഇന്നും ഈ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ആ വലിയ രാജ്യത്തിന്റെ ചക്രവർത്തിയാണ് ആര്? സുൽത്താനാണ് ആര്? ഖാജ. ആ സുൽത്താന്റെ പ്രധാന സൈനിക നേതാവാണ് ആര്? ഈ കിടക്കുന്ന ഖാജ ഫഖ്റുദ്ദീൻ തങ്ങൾ. ബഹുമാനപ്പെട്ട നമ്മളൊരു നാട്ടില് ഞാൻ ഇന്നലെ പറഞ്ഞ എനിക്ക് തോന്നി, ഒരു ഖലീഫ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ഒരു നാട്ടിലേക്ക് വരികയാണെങ്കിൽ അല്ലെ, അവിടെ ആരൊക്കെ വരും? ഇപ്പൊ ഇന്നലെ ഒരു മോക്ക് ഡ്രിൽ നടന്നിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ ഒരു അമ്പലത്തിൽ. നിങ്ങൾ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടോ അറിയില്ല, ഇന്നിപ്പോ ന്യൂസിലൊക്കെ ഉണ്ട്, ന്യൂസ് കണ്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു മോക്ക് ഡ്രിൽ, അതായത് ഒരു അമ്പലത്തിൽ കയറി ഒരു പട്ടാളക്കാര് ഒരു 10-20 തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലുക. മോക്ക് ഡ്രില്ലാണ്. അത് പ്രധാനമന്ത്രി വരുന്നുണ്ടല്ലോ അടുത്ത ആഴ്ച എവിടേക്ക്? കേരളത്തിൽ കണ്ണൂർ ഏതൊരു അമ്പലത്തിൽ. അതിന്റെ മുന്നേ അവിടെ ഒരു ഭയങ്കര സെക്യൂരിറ്റി നടക്കുന്നുണ്ട്. ഒരുപാട് പട്ടാളം ഇറങ്ങിയിട്ടുണ്ട് അവിടെ കേരളത്തിൽ. അപ്പം ആദ്യം മിലിറ്ററി വന്നു കണ്ട് അവിടെ കൈയടക്കും. പ്രധാനമന്ത്രി ഇന്ത്യയിൽ കേരളത്തിലെ ഒരു പ്രദേശത്തേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ ഏതൊരു പ്രദേശത്തേക്കും പ്രധാനമന്ത്രി പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എത്രയോ ദിവസങ്ങൾ മുന്നേ ആരും അവിടെ ഇറങ്ങിയിട്ടുണ്ടാവും? മിലിറ്ററിയുടെ കയ്യിലാവും ആ പ്രദേശം. പിന്നെ മിലിറ്ററി നിർദ്ദേശം കിട്ടിയെങ്കിൽ മാത്രമേ ആരും ഇവിടുന്ന് പുറപ്പെടുള്ളൂ. പ്രധാനമന്ത്രി ഇവിടെ വിമാനം കയറുള്ളൂ എന്ന പോലെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു മൗലൂദ് നടക്കുകയാണെങ്കിൽ അവിടെ ആരെയാണ് നമ്മൾ വിളിക്കുന്നത്? വല്ല നികത്തിന്നം എന്നെ വിളിപ്പോർക്ക് വായ്കൂട ഉത്തീരം ചെയ്യും ഞാനെന്നോവാർ അല്ലേ? അതല്ലേ? വല്ല നികത്തിന്നം എന്നെ വിളിപ്പോർക്ക് വായ്കൂട ഉത്തീരം ചെയ്യും. ഞാൻ നിങ്ങൾ വിളിച്ചതിന് മുന്നേ എന്താക്കും? നിങ്ങൾ എന്തിനാ വിളിച്ചതെന്നുള്ള ഞാൻ അന്വേഷിക്കും, അല്ലെങ്കിൽ ഞാൻ അവിടെ വരുന്ന. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മളൊരു മൗലൂദ് സംഘടിപ്പിക്കുകയെങ്കിൽ മജ്‌ലിസ് സംഘടിപ്പിക്കുകയെങ്കിൽ അവിടെ ആര് വരും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. റസൂലുള്ളാഹിന്റെ ഹാദറ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് നമുക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മളെ പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പൊ റസൂലുള്ള വരികയാണെങ്കിലോ, ഇന്ത്യയിലേക്ക് റസൂലുള്ള വരികയാണെങ്കിൽ അവിടെ ആദ്യം ഉണ്ടാവണം? ആരുണ്ടാവണം? ആദ്യം നമ്മുടെ നാട്ടിലത്തെ നേതാവ് ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ മമ്പറം തങ്ങൾ പാപ്പാടുണ്ടാവും. പിന്നെ ഇന്ത്യയുടെ സുൽത്താൻ ഖാജ അവിടെ ഉണ്ടാവും. പിന്നെ എത്ര ഔലിയാക്കന്മാർ ഇന്ത്യയിലുണ്ടോ ഒരൊക്കെ അവിടെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് വല്ലതും തിരിയോ? നമ്മൾ മങ്കൂസ് മൗലൂദിന്റെ പരിപാടി സംഘടിപ്പിക്കാൻ നമുക്കതൊക്കെ തിരിയുണ്ടോ? നമ്മളങ്ങനെ നടത്തുന്നുണ്ട് പരിപാടി. പക്ഷെ ഇതിന്റെ ഒക്കെ ഒരു അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. ഇതിൽ ബാഹിറായിട്ടല്ലാതെ ബാത്തിനായിട്ടുള്ള ഒരുപാട് അവസ്ഥകളുണ്ട്. അത് നമുക്ക് തിരിയുന്നില്ല. എന്ന പോലെ അജ്മീർ ഖാജ തങ്ങളുടെ പേരിൽ ഒരു മൗലൂദ് സംഘടിപ്പിക്കുകയാണെങ്കിൽ അവിടെ ആര് വരും? ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ഖാജ ഫഖ്റുദ്ദീൻ തങ്ങൾ അവിടെ സൈനികളെ വരും. അവിടെ പിശാചുണ്ടെങ്കിൽ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നമ്മളൊക്കെ വീട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ഖാജ തങ്ങളെ സദസ്സൊക്കെ നടത്തണം. നമ്മൾ തൗഫീക്ക് ചെയ്യട്ടെ. ഖാജാന്റെ പേരിൽ ഒരു മജ്‌ലിസ് നമ്മളെ വീട്ടിൽ നടത്തുകയാണെങ്കിൽ അവിടെ ആരാദ്യം വരിക? ഈ നമ്മളെ വീട്ടിൽ ശൈത്താന്മാരുണ്ടാവും. ഭൂമി എന്ന് പറഞ്ഞ മനുഷ്യന്മാർക്ക് മാത്രമല്ല. നമ്മൾക്ക് ഒരു 10 സെന്റ് സ്ഥലം പൈസ കൊടുത്ത് വാങ്ങി നമ്മളതായി നമ്മളെ പേരിൽ എഴുതിച്ചിട്ട് നമ്മളതാവോ? അവിടെ മുൻ താമസക്കാർ വേറെ ഉണ്ട്. ആര്? സ്ഥിരമായി കാലങ്ങളോട് താമസിക്കുന്ന ജിന്ന് ശൈത്താന്മാരോടെ ഉണ്ടാവും. അവർക്ക് നമ്മൾ കായ് കൊടുക്കണില്ല. കായ് കൊടുത്തായിരിക്കാം അല്ലേ? അതല്ല സാർ, അവരെ കാലങ്ങളായി ചട്ടിയും പാത്രമായിട്ട് താമസിക്കുന്ന സ്ഥലത്തേക്കാണ് പെട്ടെന്ന് നമ്മളൊരു ദിവസം മൊലിയറായിട്ട് ചെന്ന് അല്ലെങ്കിൽ ഒരു ആശയത്തിനെ കൊണ്ട് ഞാൻ കുട്ടിയിരിപ്പിച്ച് കണ്ട് അവിടെ പെരണ്ടാക്കുന്നത്. കാലങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാരെ വേറെ ഉണ്ട് അവിടെ. നമ്മൾ പൈസ കൊടുത്തു സംഗതി ശരിയാണ്. പക്ഷേ ഇവരവിടുന്ന് പോരില്ല. അവിടുന്ന് പോകണമെങ്കിൽ എന്താക്കണം? അവരവിടുന്ന് പോകണമെങ്കിൽ എന്താക്കണം? അതിന് പോകാനുള്ള പണി നമ്മളവിടെ എടുക്കണം. വേറെ ഉണ്ട്. ഇത് മോദിനെ കൊണ്ട് നിങ്ങൾ ഉറക്കിയതല്ല പറഞ്ഞ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട പണികൾ വേറെ ഉണ്ട്.
അങ്ങനത്തെ സ്ഥലത്തേക്ക് നമ്മളൊരു വീട്ടിൽ നമ്മൾ പല ഷെറുകളുണ്ട് നമ്മുടെ വീട്ടിലുണ്ടാവും. ഇതൊന്നും എന്റെ വിഷയമല്ല കേട്ടോ. എന്റെ വിഷയം എന്താണോ? അല്ല, സിയാറത്താണ്. ഞാൻ നിൽക്കുന്ന ഒരു ആമുഖമായിട്ട് ഈ മഹാന്മാരൊന്ന് പരിചയപ്പെടുത്താൻ മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇതുപോലുള്ള ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങളുടെ മൗലൂദ് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അവിടെ ആര് വരും? ഖാജ ഫഖറുദ്ദീൻ തങ്ങൾ വരും. വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഒറ്റക്കല്ല വരിക. ഇന്ത്യയിലെ സൈന്യം മൊത്തം ആരുടെ കൂടെ ഉണ്ട്? ഇന്ത്യയിലെ ഖാജ തങ്ങളുടെ സൈന്യം, പട്ടാളം, ചില്ലറക്കാരൊന്നും ഉണ്ടാകുക, കുറച്ച് ആളുകളുണ്ടാവും. ഇവരുടെ വരും. അവിടെ വന്ന നമ്മുടെ വീട്ടിൽ 5-10 ശൈത്താന്മാരവിടെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ നിൽക്കാൻ കഴിയുമല്ലേ? നിൽക്കാൻ കഴിയുമവർക്ക്? ഇതൊന്നായിട്ടാണ് വന്നാണ്ട് ഇറങ്ങുമ്പോ അല്ലേ ഈ പ്രധാനമന്ത്രി വരുമ്പോ കള്ളന്മാരോട് നിൽക്കോ? അല്ലെ കൊള്ളക്കാരോടുണ്ടാവോ? പോലെ അവിടെ ഉണ്ടാക്കിണ്ടാവും. അതിന് മുന്നേ തന്നെ സ്ഥലം വിട്ടുണ്ടാവും. എന്ന പോലെ നമ്മളെ വീട്ടിൽ പരിപാടി നടക്കുന്ന സമയത്ത് അതിന്റെ മുന്നേ തന്നെ ആരവിടെ വരും? ഈ പറഞ്ഞ മഹാന്മാരവിടെ വരുമ്പം അവിടെയുള്ള ശൈത്താന്മാരൊക്കെ അവിടെ സ്ഥലം വിട്ടുണ്ടാവും. പിന്നെ ഇത് സ്ഥിരം തന്നെ പരിപാടിയാണെങ്കിലോ ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തിരിച്ചു വരും. ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരും. അതാണ് ഇത് സ്ഥിരം നമ്മൾ ദായമാക്കിയാലോ. ഇടയ്ക്കിടയ്ക്ക് ഇവരെ പേരിലും ഓരോന്നും കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഓർക്ക് അവിടെ നിൽക്കാൻ കഴിയൂല. ആർക്ക്? ഈ ചേത്താമാർക്ക്. ഇതാണ് ഇതിനുള്ള വഹിച്ചുള്ളൂ. അല്ലാതെ നമ്മൾ എന്നും ഇടയ്ക്കിടയ്ക്ക് ഉസ്താദിനെ കൊണ്ടേ കാണിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ മന്ത്രിച്ചോണ്ട് ഇവിടെ വെച്ചോണ്ടത്തില്ല. അതൊന്നും ഫായതില്ല. അതൊക്കെ കുറഞ്ഞ സമയത്തൊക്കെ അതിനെ കൊണ്ടുപോകും. യഥാർത്ഥമായ വഴികൾ എന്താണ്? ഈ മഹാന്മാരെ പേരിൽ നമ്മൾ മതഹുകൾ പറഞ്ഞാൽ അവരവിടെ ഹാജരായി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? അവിടെ ഹൈറും ബർക്കത്തുണ്ടാവും. ഇതുപോലെ ഷെറുകളൊക്കെ അവിടെ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ ഒഴിവായി കിട്ടും. അതിൽ ഏറ്റവും വലിയ മഹാനാണ് ഈ കിടക്കുന്ന ഖാജ ഫഖറുദ്ദീൻ. ഇന്ത്യ സുൽത്താന്റെ പ്രധാനപ്പെട്ട ചീഫ് എന്താണ്, മിലിറ്ററി ചീഫാണ് ഈ കിടക്കുന്ന മഹാൻ. അത്രയും വലിയ ദർജയുള്ള മഹാനാണ്. ഇവിടെ നിന്നാണ് വളരെ സമാധാനം. ഇവിടെ ഒരു പിടിച്ചുപറിയോ ഒരു പരിപാടി ഇവിടെ നടക്കില്ല. നടക്കുന്ന ചെയ്താൽ പിന്നെ ഓർക്ക് ഓർമ്മ ഉണ്ടാവില്ല, ചെയ്യാനുള്ള പൂതി ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കാരണം എന്താ? അതാണ് ഇവിടെ അത്രയും സുക്കൂന്. ഇവിടെ ആളും പൈസ കിട്ടാനിട്ടോ അല്ലെങ്കിൽ പൈസ ചോദിച്ചാൽ കൊടുക്കാത്ത ഒന്നും സ്ഥലമില്ല. പക്ഷെ ആരും ചോദിക്കൂല, പേടിയാ. അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു പരിപാടിയും ഇവിടെ എന്തില്ല, ചെയ്യാൻ തോന്നൂല. അപ്പൊ ബഹുമാനപ്പെട്ട ഖാജ ഫഖറുദ്ദീൻ തങ്ങൾ, ഖാജ തങ്ങളുടെ മൂത്ത മകനാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ട സ്ഥലം സയ്യിദ് മീരാൻ ഹുസൈൻ ഷഹീദ് വലിയുള്ള എന്ന വലിയൊരു മഹാന്റെ മക്കാമാണ്. ഇന്ത്യയിൽ ഇറാനിൽ നിന്ന് വന്ന് യുദ്ധം ചെയ്ത് ഷഹീദായി കിടക്കുന്ന ആയിരക്കണക്കിന് ഷുഹദാക്കന്മാരെ മക്കാമ സിയാറത്തിയാണ് ഇനി നമ്മൾ പോകുന്നത്. ഇവിടുന്ന് സിയാറത്ത് കഴിഞ്ഞ് പോകുമ്പോൾ ഇനി ഒരുപാട് മക്കാമുകൾ, ഒരുപാട് ആയിരക്കണക്കിന് യോദ്ധാക്കളായ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായ ഫീ സബീൽ അള്ളാഹുവിന്റെ യുദ്ധത്തിന് വേണ്ടി, ദീനിന് വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദായ ഒരുപാട് ഷുഹദാക്കന്മാർ, അവരടുത്തേക്ക് നമ്മൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അവരൊക്കെ ബർക്കത്തുണ്ടാവും, നമുക്ക് നൽകുമാറാകട്ടെ. നമുക്ക് യാസീൻ തുറക്കാം. ഞാൻ വളരെ ചുരുക്കിയാണ്. നാളെ വ്യക്തമായ ക്ലാസ് ഉണ്ടാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ചെറിയ പരിപാടി കൊണ്ട് നമ്മൾ നിർത്തും. ഇനി നമുക്ക് അവിടെ ഒരുപാട് ദൂരത്ത് പോയി സിയാറത്തിൽ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് യാസീൻ തുറക്കാം. ഒന്നും കിട്ടുള്ളൂ നമുക്ക് ഇവിടെ. عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله بتحميد وتشكير وتمجيد وتكبير وتوحيد وتبشير بدعنا مدح أجمير صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله مشاهرة فضائله منورة فضائله موافرة دلائله ولي الهند أجميري صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله ودام العروض مجذوبين بمقصود ومطلوب ومهدي لمرعوب ولي الهند أجميري صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله
عليك يا حبيب الله ولي الله قدوتنا معين الدين عزوتنا وعوز كل حمدتنا ولي الهند أجميري صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله سرى سيرا بلا فصل مريدا طالب الوصل إله زمان ذي الفضل ولي الهند أجميري وبايعه مع الشوق وصاحبه مع الذوق وآهده بلا فرق ولي الهند أجميري صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله كرامته أتت عدا عنايته أتت ندا هدايته سرت هندا ولي الهند أجميري وروضته لنا جنة بلا صارت لها جنة لضعف الشر من جنة ولي الهند أجميري صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا بلا نائل ولي الهند أجميري صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله صلاة الله للنعم على ياسين والقسمين وآل صحبه النجمين ولي الهند أجميري صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله لقد تنفرج به القرب وتقضى بالروائب الصلاة الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل على سيدنا محمد بالقلوب ودواهي وعافية الأبدان والشفائية ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل وسلم وبارك على روح سيدنا محمد في الأرواح وصل وسلم على قلب سيدنا محمد في القلوب وصل وسلم على جسد سيدنا محمد في الأجساد وصل وسلم على قبر سيدنا محمد في القبور اللهم أوزل وبل مثل صواب ما قرأنا من القرآن العظيم هذه هدية واصلة رحمة نازلة وبركة شاملة مقبولة مرضية مباركة مطهرة منا إلى حضرة حبيب
عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله بتحميد وتشكير وتمجيد وتكبير وتوحيد وتقشير وجعل مدح أجمير صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله مشاهرة فضائله منورة فضائله موافرة دلائله ولي الهند أجميري صلاة الله سلام الله عليك يا رسول الله صلاة الله سلام